പരീക്ഷ എഴുതിയത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. ഗൾഫിൽ ഏറ്റവും കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങളും യുഎഇയിലാണ്. മികച്ച സൗകര്യങ്ങളാണ് ഇവിടെയെല്ലാം ഒരുക്കിയത്. അതോടൊപ്പം ഉപഭോക്തൃ സേവന കേന്ദ്രം സ്മാർട്ട് ആക്കാനുള്ള ദുബായ് RTA പദ്ധതി അടുത്ത വർഷത്തോടെ യാഥാർത്ഥ്യമാകും. ഇതോടെ മനുഷ്യരുടെ ഇടപെടൽ കൂടാതെ മുഴുവൻ സമയവും സേവനങ്ങൾ നടപ്പാക്കാൻ കഴിയും. ഗസയിലേക്കുള്ള സഹായം, ATM മേള, ഇതൊക്കെയാണ് യുഎഇയിൽ നിന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ. വിശദവിവരം MCA നാസർ നൽകും. നീറ്റ് പരീക്ഷ വലിയ വിപുലമായ തോതിൽ തന്നെ യുഎഇയിലും നടന്നു എന്നതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന്. കാരണം യുഎഇയിലെ 3 കേന്ദ്രങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. ഗൾഫിലാകെയുള്ളത് 8 കേന്ദ്രങ്ങളാണ്. അതിൽ 3ഉം യുഎഇയിലാണ്. പ്രധാനമായിട്ടും ദുബൈ, ഷാർജ, അതോടൊപ്പം തന്നെ അബുദാബി. ഈ ഷാർജയിൽ ഇത് ആദ്യമായിട്ടാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ നീറ്റ് പരീക്ഷയ്ക്ക് വേദിയാവുന്നത്. ഏതാണ്ട് 750-ലധികം കുട്ടികളാണ് ഇവിടെ മാത്രം പരീക്ഷ എഴുതിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ പേപ്പറുകളും വളരെ എളുപ്പമായിരുന്നു എന്നൊരു പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കുറ്റമറ്റ സംവിധാനങ്ങളായിരുന്നു ഇതിനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ ഇതേപോലുള്ള മത്സര പരീക്ഷകൾക്ക് മാത്രമല്ല, ഭാവിയിൽ എയിംസ് മാതൃകയിലുള്ള ചില കേന്ദ്രങ്ങൾ കൂടി ഗൾഫ് രാജ്യങ്ങളിൽ തുടങ്ങാനുള്ള ചില നീക്കങ്ങൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ സാധ്യതകൾ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് തുടക്കം കുറിച്ചതായിട്ടും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വിവിധ സ്വഭാവത്തിലുള്ള ഉപരിപഠന കേന്ദ്രങ്ങൾ യുഎഇയിലേക്കും മറ്റും വരുന്നൊരു സാഹചര്യത്തിൽ അനധിവിദൂര ഭാവിയിൽ തന്നെ ഇത്തരം ചില ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ചില സ്വപ്നങ്ങളും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നടപ്പാകും എന്നൊരു പ്രതീക്ഷ കൂടി ഇന്നത്തെ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വളരെ വ്യവസ്ഥാപിതമായിട്ട് ആ പരീക്ഷ പൂർത്തീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ദുബൈയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്മാർട്ടായിട്ട് മാറാനുള്ള കൃത്യമായിട്ടുള്ളൊരു പദ്ധതിക്ക് കൂടി ഇന്ന് ദുബൈ RTA രൂപം നൽകിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾ, കസ്റ്റമർ ഹാപ്പിനെസ് സെൻ്ററുകൾ പൂർണ്ണമായിട്ടും സ്മാർട്ടാക്കി മാറ്റാനുള്ള ചില പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഉമ്മുറുമുൽ, അതോടൊപ്പം തന്നെ അൽബർഷ, ഈ 2 ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളായിരിക്കും പൂർണ്ണമായിട്ടും ഈ സെപ്റ്റംബറോടുകൂടി സ്മാർട്ട് സ്വഭാവത്തിലേക്ക് മാറുന്നത്. തുടർന്ന് മറ്റ് കേന്ദ്രങ്ങൾ അടുത്ത വർഷത്തോടു കൂടിയും പൂർത്തീകരിക്കപ്പെടും. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാകുന്നു എന്നത് മാത്രമല്ല, മനുഷ്യ സാന്നിധ്യമോ സഹായമോ ഇല്ലാത്ത വിധത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാവുന്ന ഒരു സ്മാർട്ട് സ്വഭാവത്തിലേക്കാണ് യുഎഇ ഇപ്പോൾ പ്രധാനമായിട്ടും ദുബൈ മാറുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിളംബരം കൂടിയാണ് ദുബൈ RTAയുടെ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ തെളിഞ്ഞു കാണുന്നത്. മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഗസയിലേക്ക് കൂടുതൽ സഹായമെത്തിക്കാൻ യുഎഇ ശ്രമിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ അവിടേക്ക് എത്തിച്ചതുമാണ് യുഎഇയിൽ നിന്നുള്ള മറ്റു വാർത്തകൾ. നാളെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ATM മേള ആരംഭിക്കാൻ പോവുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിലേക്ക് ഇന്ത്യയിൽ നിന്ന് നിരവധി സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിനുവേണ്ടി അല്ലെങ്കിൽ ഈ മേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗൾഫിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ട്രാവൽ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമാണ് ഇതിനകം തന്നെ ഇപ്പോൾ ദുബൈയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്.